ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർനെറ്റ് വേണ്ടിയിട്ട് നിങ്ങൾ വൈഫൈയോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റയോ അത് ഏതുമാകട്ടെ നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർനെറ്റ് ഡാറ്റകൾ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, മൊബൈലിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഹാങ്ങിങ്, അതുപോലെ തന്നെ ലാഗിങ്, അതുപോലെ തന്നെ മൊബൈൽ ചൂടാകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. പിന്നെ മൊബൈലിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ബാറ്ററിയുടെ ചാർജ്, അത് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഹൈ സ്പീഡോടുകൂടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇത് ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡോൺ അലോ കൊടുക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ താഴെ ഇടതുവശത്ത് ഒരു ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ക്യാൻസൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ആണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ യൂട്യൂബ് തിരഞ്ഞെടുക്കാൻ പോവാണ്. അതിനു മുമ്പ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. യൂട്യൂബ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ കാണിച്ച ആപ്ലിക്കേഷനിലൂടെ യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ വീണ്ടും കാണിക്കുന്നെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം യൂട്യൂബ് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ നോട്ട് നോ കൊടുക്കുക. യൂട്യൂബ് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. യൂട്യൂബ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നമുണ്ട്, അവിടെ ടച്ച് ചെയ്താൽ മതി. ഇവിടെ വീണ്ടും നോട്ട് നോ കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തും ആ ഗ്ലോബിൻ്റെ ചിഹ്നത്തിലും ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കൂ. ഇപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബ് തുറക്കുകയാണ്. യൂട്യൂബ് ഇവിടെ വർക്കാകുന്നില്ല, മൊത്തം ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യും, പക്ഷേ യൂട്യൂബ് വർക്ക് ചെയ്യില്ല. ഇവിടെ ഞാൻ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. വൈഫൈൻ്റെതാണ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ളത്. മൊബൈൽ ഡാറ്റ ആണെങ്കിലും ആ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദാ ഇവിടെ നോട്ട് നോ കൊടുക്കുക. എന്നിട്ട് യൂട്യൂബിൻ്റെ ആ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നോട്ട് നോ കൊടുക്കുക. അതിനുശേഷം യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ആ ബ്ലൂ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബ് കൃത്യമായിട്ട് ഇവിടെ വർക്കാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ആപ്ലിക്കേഷനിലും ഒരേപോലെ ഇൻ്റർനെറ്റ് ഒറ്റയടിക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൊബൈൽ ചൂടാകുന്നതും ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതും അതുപോലെ തന്നെ മൊബൈൽ ലാഗിങ്, ഹാങ്ങിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് അനുസരിച്ച് ആവശ്യമുള്ള ആപ്ലിക്കേഷനിൽ മാത്രം ഇൻ്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാം. മറ്റുള്ളതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് മറ്റുള്ളതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ഈ ഒരു മൊബൈലിലും ലഭ്യമാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.